ക്രിസ്മസ് എക്സാമിന് കോണിക് സെക്ഷനിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റൻ ആണത്. ഫോക്കസ്, വെർട്ടെക്സ്, എസെൻട്രിസിറ്റി, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം ഓഫ് ദ ഹൈപ്പർബോള. നമുക്ക് തന്നേക്കണ ഹൈപ്പർബോള 5y² മൈനസ് 9s² ഈക്വൽ ടു 36 ആണ്. ഇവിടെ നമ്മൾ ഹൈപ്പർബോളയുടെ ജനറൽ ഫോമിലാക്കാൻ നേരത്തെ ഇവിടെ ഫസ്റ്റ് 1 ആക്കണം. അപ്പൊ ഇവിടെ വരുന്ന ഏത് നമ്പർ ആണോ അതുകൊണ്ട് എല്ലാത്തിനെയും നമ്മൾ ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ 5y² ഡിവൈഡഡ് ബൈ 36 വരും, മൈനസ് 9s² ഡിവൈഡഡ് ബൈ 36 വരും, ഈക്വൽ ടു 36 ഡിവൈഡഡ് ബൈ 36. അപ്പൊ ഇത് രണ്ടും കൂടെ വെട്ടി പോകുമ്പോൾ നമുക്ക് ആൻസർ ഈസ് 1 വരും. ഇനി ഇവിടെ നോക്കിക്കേ, ഈ 5ഉം 36ഉം വെട്ടുമോ? വെട്ടില്ല. ഈ 9ഉം 36ഉം കൂടെ വെട്ടും. വെട്ടുന്ന നമ്പർ എഴുതിയാൽ മതി. അപ്പൊ നമ്മൾ y² ഡിവൈഡഡ് ബൈ 36 ബൈ 5 വരും, മൈനസ് s² ഡിവൈഡഡ് ബൈ 4 ഈക്വൽ ടു 1 വന്നു. അപ്പൊ നമ്മൾ ജനറൽ പരാബോള നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇത് ജനറൽ പരാബോള എന്ന് പറഞ്ഞാൽ ഏതാ മക്കളെ? y² ബൈ a² മൈനസ് s² ബൈ b² ഈക്വൽ ടു 1 ആയി. ഇവിടെ നമുക്കറിയാം എലിപ്സിനകത്ത് എയും ബിയോ മാറണമെങ്കിൽ ഹൈപ്പർബോളയ്ക്കകത്ത് നമുക്ക് ഏതാ മാറണേ? എക്സും വൈയും ആണ് ഇന്റർചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ ഇത് ജനറൽ പരാബോള എന്ന് പറഞ്ഞാൽ y² ബൈ a² മൈനസ് s² ബൈ b² ഈക്വൽ ടു 1 ആയി. ഇവിടെ a² എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? a² ഈക്വൽ ടു 36/5 ആയി. അപ്പൊ എ എന്ന് പറഞ്ഞാൽ 6/√5 ആയി. ഇനി b² എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ആയി. അപ്പൊ ബി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ആയി. സി എന്ന് പറഞ്ഞാൽ ഏതാ മക്കളെ? എലിപ്സിനകത്ത് നമ്മൾ എസെൻട്രിസിറ്റി കണ്ടുപിടിക്കാൻ നേരത്ത് c/a ആണ് എസെൻട്രിസിറ്റി എന്ന് പറയുന്നത്. ഹൈപ്പർബോളയിലും c/a ആണ്. ഇനി എലിപ്സിനകത്ത് നടുക്ക് മൈനസ് വരുമ്പോൾ ഹൈപ്പർബോളയിൽ നടുക്ക് എന്താ തന്നെ പ്ലസ് വരും. അതങ്ങനെ ഒരെണ്ണം പഠിച്ചാൽ മതി, എന്നിട്ട് കമ്പയർ ചെയ്ത് ഓർത്ത് വെച്ചാൽ മാത്രം മതി. അപ്പൊ a² എന്ന് പറഞ്ഞാൽ എന്താ? എ എന്താ? 36/5 വരും. b² എന്ന് പറഞ്ഞാൽ 4 വരും. അപ്പൊ ഇത് നമ്മൾ നേരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 36 5 × 4 20 വരും, ഡിവൈഡഡ് ബൈ 5 വരും. 36ഉം 20യും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ആഡ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ 56/5 വരും. അപ്പൊ c² എന്ന് പറയുന്നത് നമുക്ക് എന്താ കിട്ടിയേക്കണേ? c² എന്ന് പറഞ്ഞാൽ a² പ്ലസ് b². a²ന്റെ വാല്യൂ 36/5 കൊടുത്തു, b²ന്റെ വാല്യൂ 4 കൊടുത്തു, നേരെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ 36 പ്ലസ് 20 ഡിവൈഡഡ് ബൈ 5 ഈക്വൽ ടു 36ഉം 20യും കൂടെ ആഡ് ചെയ്യുമ്പോൾ 56/5 ആയി. അപ്പൊ സി എന്ന് പറയുന്നത് √56/√5 നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് സിയുടെ വാല്യൂ കിട്ടി. ഇനി എസെൻട്രിസിറ്റി ഇ എഴുതാലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു c/a ആണ്, പ്ലസ് ഓർ മൈനസ് c/a എഴുതാം. അപ്പൊ നമ്മൾ എസെൻട്രിസിറ്റി ഇ എന്ന് പറഞ്ഞാൽ c/a, സി നമുക്ക് കിട്ടിയേക്കണ √56 ഡിവൈഡഡ് ബൈ √5. എ എന്ന് പറയുന്നത് 6/√5 വരും. ഇപ്പൊ നമ്മൾ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ √56/√5 √5/6 വരും. ഈ 5ഉം √5ഉം എന്തായി പോകും? ക്യാൻസൽ ആയി പോകും. അപ്പൊ നമ്മുടെ എസെൻട്രിസിറ്റി ഇ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ദാറ്റ് ഈസ് ഈക്വൽ ടു √56 ഡിവൈഡഡ് ബൈ 6 എസെൻട്രിസിറ്റി കിട്ടി. ഇനി നമ്മളോട് ചോദിച്ചേക്കണം വെർട്ടെക്സ് ആണ്. വെർട്ടെക്സ് എന്ന് പറയുന്നത് y ആദ്യം കടന്നു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ 0 പ്ലസ് ഓർ മൈനസ് a ആണ്. നമുക്കറിയാലോ നമ്മുടെ വൈയുടെ വാല്യൂ അനുസരിച്ച് നമുക്ക് വെർട്ടെക്സും ഫോക്കസും മാറ്റം വരും. അപ്പൊ y ആദ്യമാണ് വരുന്നതെങ്കിൽ വെർട്ടെക്സും ഫോക്കസും എവിടെ കിടക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു y കോർഡിനേറ്റ് കിടക്കും. അപ്പൊ 0 പ്ലസ് ഓർ മൈനസ് 6/√5 ആണ് നമ്മുടെ വെർട്ടെക്സ് ആവും. ഈ ഫോക്കസ് എന്ന് പറഞ്ഞാൽ 0 പ്ലസ് ഓർ മൈനസ് c വരും. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 0 പ്ലസ് ഓർ മൈനസ് √56 സി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു √5 വരും. അവിടെ ആൻസർ ആയി. ഫോക്കസും ആയി, വെർട്ടെക്സും ആയി. ഒറ്റ കാര്യം ഓർത്ത് വയ്ക്കുക, നമ്മൾ ഈ ജനറൽ ഇക്വേഷനകത്ത് y² ബൈ a² മൈനസ് s² ബൈ b² ഈക്വൽ ടു 1. y ആദ്യം വന്നാൽ ഫോക്കസും വെർട്ടെക്സും y കോർഡിനേറ്റിലും, എക്സ് ആണ് ആദ്യം വരുന്നെങ്കിൽ ഫോക്കസും വെർട്ടെക്സും എക്സ് കോർഡിനേറ്റിലും കിടക്കും. അത് രണ്ടും മാറിപ്പോകുന്നത് നമ്മളെപ്പോഴും എഴുതുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളണം. ഇനി നമുക്ക് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം എന്ന് പറഞ്ഞാൽ മാറ്റമില്ല, 2b²/a ആണ്. അപ്പൊ 2 × b² എന്ന് പറഞ്ഞാൽ 4, a എന്ന് പറഞ്ഞാൽ 6/√5 വരും. അപ്പൊ നമ്മൾ 8 × √5/6 വരും. ഇത് നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. വേണമെങ്കിൽ അങ്ങനെ തന്നെ എഴുതിയാൽ മതി. 8ഉം 6ഉം കൂടെ വെട്ടി കുറച്ചൊക്കെ എഴുതാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ എഴുതാം. √5 വരും. അപ്പൊ നമ്മുടെ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം എന്ന് പറയുന്നത് 8/6 × √5 വരും. ഇതിനകത്ത് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട്. അത് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം.